അവന്മാരെ വിളിച്ചിട്ടുണ്ട്. ആ ഹലോ ബ്രോ, നിങ്ങളെ നാഥന്മാരും ഇല്ലേ? ഹലോ 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 ബ്രോ, കേക്കട്ടൂടെ? ഹലോ ഹലോ ബ്രോ. ഹലോ ബ്രോ ബ്രോ, ഞാൻ വിളിച്ച ഒരു മിനിറ്റ്. ഹലോ ബ്രോന്റെ പേരെന്താ? പൊട്ടാന്ന് ഞാനല്ല വിളിച്ചത്, അവിടെ വരുന്നമാരാ വിളിച്ചത്. ഞാൻ വിളിച്ചതാ ബ്രോ. എടാ ഇതിപ്പോ കേവി ഉണ്ടല്ലോടാ, ഇതെന്തിരി? എങ്ങനെ കേവി മാറിയിട്ട് നമുക്ക് ചോദിക്കണം? അത് ഒരുമിച്ച് ചോദിച്ചാൽ മറ്റേ സംഭവം വരൂലേ? ആ അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അലീനെ വിളിച്ച് മാറ്റി. ഇവര് 3 അടിക്കാനാണ് ഇവര് ചോദിക്കാൻ പറഞ്ഞത്. ആ ശരിയാണ്, അത് ശരിയാണ്, അത് ശരിയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം. ചോപ്പ് മുടിയിട്ട പുള്ളി ബ്രോ ഇങ്ങോട്ടാണ്. ബ്രോ ഇങ്ങോട്ടാ. ബ്രോന്റെ പേരെന്തിര്? രാജ്. ബ്രോ എന്റെ അനിയത്തിനെ കുറച്ചു മുമ്പേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ അടിച്ചു പോന്നു. എന്തിന്റെ ആവശ്യത്തിന്? ഞങ്ങള് ഇപ്പൊ സിറ്റുവേഷനിലാണ്. അത് ഓക്കെ, പക്ഷെ നിങ്ങൾ എന്റെ അനിയത്തി അടിക്കേണ്ട ആവശ്യം തരും. നിങ്ങൾ അവരായിട്ട് അടിച്ച അവർക്ക് ഗ്യാങ് ഡ്രസ് ഇല്ലേ? അടിക്കാറില്ലേ? അതിനാ ഈ അടിച്ചവരെ റേഡിയോക്കകത്ത് ചോദിച്ചിട്ട് ഈ അടിച്ചവന്മാരെ ഒന്ന് വരാൻ പറ. നമുക്കൊന്ന് സംസാരിക്കാനാണ്. ജീവൻ ഇവിടെ വിലയില്ലേ? കണ്ണിനവരൊക്കെ അടിച്ചു അതെ. ആ പുള്ളീനെ ഒന്ന് വിളി. ആ പുള്ളീനെ പേരൊന്നും അറിഞ്ഞൂടാ. അതെന്നെ വിളിച്ചിട്ടാ ചോദിച്ചാ മതി. ടിവി ഷോപ്പിന്റെ അതൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കും. ഇപ്പൊ രണ്ടുപേരുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത്. അല്ല അത് ട്രീസനെ അടിച്ചാൽ അവര് ചോദിക്കട്ടെ. അത്രേ ഉള്ളു. പിന്നെ ചന്ദ്രൻ ഇല്ലാത്ത സമയത്ത് നമ്മള് ആ പ്രശ്നം എൻറ്റയർലി വേറെയാണ്, നമുക്ക് അറിഞ്ഞൂടാ. അത് അവരായിട്ട് ഇത് നമ്മള് വേറെ സിറ്റുവേഷൻ കേട്ടല്ലോ. ഇപ്പഴേ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടാ. രാജാ വരട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അത് വേറെ സിറ്റുവേഷൻ ആണ്, നമുക്ക് അറിഞ്ഞൂടാ. ഇത് വേറെ സിറ്റുവേഷൻ. ഈ കണ്ണി കണ്ട എല്ലാരും അടിച്ചിട്ടാണ് ഇതേപോലെ ഗാംഗസിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക ആൾക്കാര്. അതെന്തരുത് പിടിച്ചു തിന്നു പകുതി ഇല്ലല്ലേ ഇവിടെ? പകുതി അല്ലല്ല ബ്രോ നീ ഇവിടെ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങിയ പിറ്റ ഒരു കാരണവശാലും നമ്മളെ കണ്ണെടുക്കരുത്, മനസ്സിലായോ? ഏരിയാണ്. ഒരു ലോഡ് ഉണ്ടല്ലോ. ഈ വൈറ്റ് ട്രൗസർ ഇട്ട വൈറ്റ് ഹെയർ. അവരിങ്ങോട്ട് വരട്ടെ. അതിന്റെ ഇടയിൽ പോണ്ട. വൈറ്റ് ഹെയറും പിങ്കും വൈറ്റ് ഹെയറും പിങ്കോ മറ്റേ ബൊമ്മ ഒക്കെ വെച്ചേക്കണോ? അതാണോ? അതെ വൈറ്റ് ഹെയർ അവൻ അടിച്ച്. ഹലോ ആൾക്കാരൊക്കെയാണ്. പിങ്ക് ഹെയർ. ബ്രോയുടെ ഹെയർ പിങ്ക് ആണോ? എന്തിനാണ് ബ്രോ നിങ്ങൾ ഈ റോഡിൽ കിടക്കണ എല്ലാരും ചുമ്മാ ആവശ്യമില്ലാതൊക്കെ അടിക്കേണ്ട ആവശ്യത്തിലാണ്? ഇതല്ല ലീന പിങ്ക് ഹെയർ. ഇതാണോ ലീന? ഇതാണോ? ബ്രോ നിങ്ങളുടെ കോഹ്ലിയുടെ ആ സംസാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വിളിക്കണേ. എടാ
അവിടെ കേവി ഉണ്ട്. അവന്മാരുടെ ഇടയിൽ ചെന്ന് നമ്മൾ നിൽക്കല്ലേ, നമ്മള് മാറിക്കോ കുറച്ചിങ്ങോട്ട്. നമ്മള് മാറിയിരിക്കുകയാണ്. അവര് സംസാരിച്ച് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ബാക്കിയുള്ളവർ അങ്ങോട്ടൊന്നും നമ്മള് ഇഞ്ചക്ഷൻ കുത്തിയപ്പോ വേറെ സിറ്റുവേഷൻ വരേണ്ട ആവശ്യം എന്താ? അവിടെ എന്റെ ആങ്ങളമാര് അതെന്റെ എന്റെ നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ആങ്ങള തന്നെ എന്തോ ലിമിറ്റ് ഉണ്ടോ? ലിമിറ്റ് ഒന്നുമില്ല. ഇവർക്ക് ഇല്ലെങ്കിൽ എന്തുണ്ടാക്കും? സാമാനം ചുറ്റിനും അതെട്ടോ ഇങ്ങോട്ട് കൊണക്കാൻ വേണ്ട കേട്ട കണ്ടി ആരെന്താ പറയാ? ദൂരെ മാറി നിൽക്കാം. ആ ഇടാ അടിയൊക്കെ ഇട്ടോണ്ടാ ഇറങ്ങിക്കുന്നേ. അതാ ഞാൻ വലിച്ചു. നീ ഇങ്ങനത്തെ ആരംഭ പരിപാടി ഒന്നും കാണിക്കാറില്ലായിരുന്നു. വീശണം കേട്ടോ. ചന്ദ്രനുണ്ടോ സെറ്റില്? ഇല്ലടാ. അലീനേനെയും എടാ നിങ്ങൾ ആൾക്കാരുണ്ടല്ലോ അല്ലേ? അവരത്ര ആൾക്കാർ ഇപ്പൊ ഇല്ല, കുറവാ. അല്ല നിങ്ങളാളുണ്ടോ? ഞങ്ങളാ? അതന്നെ, അവരത്ര ആൾക്കാരില്ലാന്ന്. ഇല്ലല്ലേ? ആ അവരത്ര അത്യാവശ്യം ആൾക്കാരുണ്ടോ? ഇല്ല, ചോദിക്കാല. അവിടൊക്കെ തന്നെ ഉള്ളതല്ലേ ഇത്. പിന്നല്ലാതെ സ്നൈപ്പേ പ്രശ്നാണ്. ചെറുക്കന്മാർക്ക് ഭയങ്കര കഴപ്പ്. അങ്ങനെ തൂറ്റിക്കൂടെ നമ്മളിവിടെ വീണോടുക്കല്ലോ. ഇവിടെ ഇത് ഇവന്മാര് കൊണ്ടുപോയിട്ടാ. ഇത് പുറത്തിറന്നൊക്കെ ഹലോ ഹലോ ഹലോ. ഇതാരാണ്? നിഞ്ചാടാ. നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ, അവന്റെ പേരെന്തിരി? പേരാണ് എനിക്ക് അറിയുന്നത്. ഒരു ബൊമ്മ ഇവൻ തന്നെ ഈ ബൊമ്മ പിടിച്ചോ. എടാ ചെറുക്കാരന്റെ പേരെന്തിരി? ഹലോ പേരെന്തിരി? എന്റെ പേര് ഷിബു. എന്തിനാണ് കുറച്ചു മുമ്പ് എന്റെ അനിയത്തി അടിച്ചു വന്നു? നീ അവിടുന്ന് വർത്താനം പറഞ്ഞില്ലേ? ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. ആര് വിളിക്കണ? ഞാൻ അടിച്ചു കൊന്നിട്ടില്ല. എന്തുവാടാ സീന്? എന്തൊരു സീൻ? എന്തൊരു രാണ അവിടെ ടി വി ഷോപ്പ് നിൽക്കുകയാണ്. ഓക്കെ, നമ്മളവിടെ അപ്പൊ ഇവന്മാര് സ്റ്റാർക്ക് എന്ന പയ്യുണ്ട് മറ്റേ. അപ്പൊ അവൻ BNB വെച്ച സിറ്റുവേഷൻ ആണ്. വാർണിംഗ് ഫയർ മറ്റേ അവന്മാരെ വണ്ടിക്കേട്ട് വെടിവെക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ അവന്റെ ഇതില് അടിച്ചിട്ടില്ല, മനസ്സിലായോ? അവന്റെ ഇത് അടിക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് എടാ റേഡിയോ മിണ്ടായിരിക്കടാ ഒന്ന്. എടാ റേഡിയോ മിണ്ടായിരുന്നേ. ആ കേക്കാവോ? അപ്പൊ വണ്ടിക്കിട്ട് സിറ്റുവേഷൻ ട്രിഗറായി. ആ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഇവരെ കൂട്ടത്തിൽ ആരോ വന്നു, അവനെ വന്നിട്ട് ഇടിച്ച്. അത് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇടിച്ച്. അവൻ തിരിച്ചിടിച്ചപ്പോ അവന്റെ അടുത്ത് കൊണച്ച്, മനസ്സിലായോ? ആ സമയത്ത് അവൻ മാണിഫർ എടുത്തിനാ അടിച്ചിട്ടത്. അതിന്റെ സിവിലിയനായിട്ട് എന്തോ ഒരാളെന്തോ അടിച്ചത്. രണ്ടാമത് വീണ്ടും കൊണ്ടുപോയാ. അല്ല നിങ്ങൾ അവിടെ ഇവിടെ അടിച്ചിട്ടല്ലോ അവിടെ രണ്ട്. ഇല്ല, അത് ഇവനെ വന്നിട്ട് നിങ്ങൾ പലരോട് സിറ്റുവേഷൻ കാണും. ഓക്കെ എന്ന് കരുതി ബാക്കിയുള്ളവരാണെങ്കിൽ എന്താണ് ഇപ്പൊ തന്നെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പബ്ലിക് അല്ല ആ പയ്യനെ വിളി. ആ പയ്യനായിട്ടാണ് അടിച്ചിട്ടാരാ കൈ വന്നിട്ടാ? എന്തിനാ അടിച്ചിട്ടാ നീ ഇടിച്ചോണ്ട് അടിച്ചിടോ? കൊടുത്തു എന്തൊരു അടിച്ചിട്ടാന്ന് കേറി അങ്ങ്. ഇതൊക്കെ എന്താണ് കാണിക്കണ? ഇല്ല വേറെ
എന്താണ് ഈ കൊച്ചു പിള്ളേരാണ് ഗാങ്ങിലുള്ളവന്മാര്? സംസാരം കേട്ടോ, അമ്പി സംസാരം. ഇവനാണ് മറ്റേ ഈ ബൊമ്മ ഇട്ടവനാണ് സംസാരിച്ചിരുന്നത്. ഇവന്മാരിതൊരു കൊച്ചു പിള്ളേരാണ്. എടാ എന്താണ് നീയൊക്കെ കാണിയാണ്? ഇടിച്ചിട്ടൊക്കെ അകത്തോട്ട് ഓടിക്കാറിന് എന്ത് സംഭവം? ഒരു മിനിറ്റ്, നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ബീസസ് അല്ലാത്ത ബാക്കി രണ്ടുപേരില്ലേ ഇവിടെ വന്ന്? നമ്മുടെ അടുത്തല്ലേ? ആ നിങ്ങളോട് തന്നെ. പറഞ്ഞോ. നിങ്ങൾ ടി വി ആണ്, ഗ്യാങ് ആണ്. ഓക്കെ, ഇവിടെ സിവിലിനെ അടിച്ചതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ലീവ് ചെയ്യാം. ആദ്യമേ ചോദിച്ചത് എടുക്കാമോ? അല്ല ഞാൻ എന്ത് ലോജിക്കും. ஒரு ஆர்பினா அப்ப கனெக்ஷன் இருக்குனும்லடா ஃபேமிலி. அது என்னடா இது? எனக்கு தெரியாது. இது ഞാൻ ഇടുന്നപ്പോൾ കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. எனக்கு புரியல. இது ஒரு ஆர்பினா இது ஸ்டோரி பிளேஸ் ഗെയിം தானே. നമ്മൾ ഇവിടെ ഗാങ് ഡ്രസ് ഇട്ട് വന്നതും ഇല്ല. അത് വേറെ കേസ്. നമുക്ക് ചോദിച്ചൂടെ? സത്യമാ നമ്മള് ഗാങ് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ ഇവിടെ അല്ലേ? അതെ ഇല്ല പോലെ ഇല്ല, കുഴപ്പമില്ല, അത് വിടാണ്. ഇല്ല, വേറെ എടുത്താ പോരെ? ഇത് വേറെ അല്ലാതെ എടുത്താ പോരെ? വാ அலினா இது உனக்காக ஒரு വാ കോച്ച് കേർ. ദിവസം ഇവന്മാരുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് നാളെ ഇവന്മാരിവിടെ കേറുവാണ്. ഇവന്മാരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കും. എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്താ അണ്ണാ. നമ്മള് അലീനയൊക്കെ ഇല്ലേ അണ്ണാ? ട്രഷോപ്പിൽ നിന്നപ്പം മറ്റേ BCZ എന്ന് പറഞ്ഞ ഗ്യാങ് വന്നിട്ട് ചുമ്മാ ഒന്ന് അടിച്ചു. നിന്റെ പെണ്ണാ? നിനക്ക് വേണ്ടതല്ലേ പറഞ്ഞേ? വേണ്ടാത്ത പെണ്ണിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയത് നമ്മളെന്തിനു ചോദിക്കണം? അടിച്ചോട്ട് പോയില്ല, അടിച്ച് വെടിവെച്ചത് അണ്ണാ. എന്നിട്ട് അടിച്ചിട്ടാണ് അടിച്ചിട്ട് അവള് വന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിനാണല്ലോ അണ്ണാ. അപ്പൊ ഞാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ നമ്മളെ കോച്ച് ഉണ്ടായിരുന്നു എന്റെ കൂടെ. സംസാരിക്കാൻ പോയി. അവരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് അവരെ വിളിച്ച് എന്തിനാ അടിച്ചെന്ന് ചോദിച്ചപ്പോ ആദ്യം വന്ന് മാനിച്ച് സംസാരിച്ചു. പിന്നെ വന്ന് ഭയങ്കര കൊണ. അഡ്മി വന്ന് ഇറങ്ങിട്ട് പറഞ്ഞ് സിവിലിയൻ സിറ്റുവേഷൻ ഈ ചേട്ടൻ പോരാ മറ്റേ ചേട്ടൻ വേണോന്ന്. പിന്നെ പറഞ്ഞു മറ്റേ ചേട്ടൻ വന്നാലും ഒന്നും നടക്കത്തില്ല. 4 പേരെ പറഞ്ഞിട്ടാ ഇവിടുന്ന്. ഒരു 25 പേര് ഉണ്ടെങ്കിൽ അവര് 30 പേരുണ്ടെന്ന് പറഞ്ഞു. കൂയൊക്കെയാണ് വിട്ടാണ്. നീ ക്യാരടിച്ച് കയറിയാ മതി, ഞാൻ വണ്ടി എടുത്തോളാം. വാ ഇങ്ങോട്ട്. എന്നെ കൊണ്ടുപോയാ കൊണ്ടുപോയാ നീ പറഞ്ഞു. ബാക്കി ഞാൻ പറഞ്ഞോളാം. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലേ? അത് ബാക്കി ഞാൻ പറഞ്ഞോളാം. നീ പറ. എനിക്ക് തമിഴ് തരുമോ? നിനക്ക് തരുമേ? നീ സൊല്ല്. തമിഴ് റാപ്പാടാ ഇത്. നീ മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. அதுக்கப்புறம் த்ரீசா மாமில ட்ரெஸ் ஷாப்ல அவட நின்னு. அப்ப ത്രീസം മോമി എന്തോ പറഞ്ഞു? அங்க எல்லாரும் அவட நிக்கும்போது அப்ப வந்து வெறுதே வெடி வச்சிருந்தாங்க BCZல. ஓகேவா? VNV வண்டி இருக்குல, அதனால வெடி வைக்கும்போது த்ரீசா மாமி மேல 2 புல்லட்ஸ் வந்து பட்டது. அப்போ த்ரீசா மாமி அவட போய் சோதிச்சாங்க, எந்த பிரச்சனை, எதுக்கு இது மாதிரி வெடி வச்சீங்க? சோதிக்கும் போது தெரியாம மேல ஒரு வாட்டி அடிச்சிட்டு. அப்ப உடனே அவங்க என்னன்னா பிரச்சனத்தை கூடுதலா സംസാരിച്ച് அவட வெடி வச்சு டவுன் ஆகி. அவட அம்மா மாதிரி இப்ப சொல்லுங்க ராய் മാമ. അമ്മാമ അവര് രണ്ടും അടിച്ചിട്ടുണ്ട്. അമ്മാമയല്ല, അവന്റെ അമ്മേനെ, അതായത് അലീനേനെയും അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വന്ന് ഇവരെ രണ്ടുപേരും വിളിച്ച് നേരെ ഗ്യാങ് ഹൗസിൽ പോയി. കേവി ഒരു സൈഡില് ത്രീസേനെ അടിച്ചോണ്ട് അവിടെ ആരെ ഗേൾഫ്രണ്ട് ആണ് ത്രീസ. അപ്പൊ കേവി ഒരു സൈഡില് നമ്മളൊരു സൈഡില് നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ആദ്യം സംസാരിച്ചു വന്നിട്ടാണ് ഭയങ്കര കൊണയായിരുന്നു. അടിച്ച് മറ്റേത് മറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അഡ്മിൻ ഇറങ്ങിട്ട് പറഞ്ഞു സിവിലിയൻ സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റില്ല, മാറിപ്പോകാൻ പറഞ്ഞു.
ഒരെണ്ണമാര് എന്നിട്ട് മറ്റേ ഊക്കലും പോത്തീറ്റലും ഒക്കെ ആയിരുന്നു, ഭയങ്കര കൊണയായിരുന്നു. കൈ വെച്ചിട്ട് വെക്കമല്ലേന്ന് ചോദിച്ചിട്ടാ വാസുനാണ്. അവൻ തിരിച്ചു വന്നിട്ട് ഇല്ലടാ എന്നടാ பண்ணுவே എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കയറി കൊണച്ചിട്ട് സിരി സിരി അന്നേരം ഒരു 32 പേരുണ്ടായിരുന്നു അന്നേരം. അവന്മാര് വണ്ടിയൊക്കെ ഇട്ടിട്ട് ക്യാൻവാസിന്റെ ഫ്രണ്ടില് കൈ അടി ചിരിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ടാ. എത്ര പേരുണ്ടോ ഇപ്പൊ സിറ്റിയില്? നമ്മള് സിറ്റുവേഷനിലാണോ? അതിന്റെ പോയി നമ്മളെടുക്കുന്ന ശരിയല്ല, അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് വെച്ചിട്ട് എടുക്കാൻ. എടാ മോനെ, എടാ ഞാനൊരു കാര്യം പറയട്ടെ. 2 ദിവസം ഇവന്മാരുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് നാളെ ഇവന്മാർ ഇവിടെ കേറുവാണെങ്കിൽ ഇവന്മാരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കും. അത്ര ഉള്ള ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഇവന്മാരെ വളർത്തിയിട്ട് കത്തിക്കും. പെരിയപ്പാന്നാണ് പറഞ്ഞതാണ്. ആ കേട്ടാ, കൂട്ടിയിട്ട് കത്തിക്കും, ഒരു സംശയമില്ല. ഉറപ്പാണെന്ന് പറഞ്ഞ ഉറപ്പാണ്. കോച്ച് അടിക്കാൻ കോച്ച് നമുക്ക് കോച്ചിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അമ്മാര് அப்படிதான்டா பண்ணுவேன், என்னடா பண்ண முடியும், முடிஞ்சதை பாத்துக்கோ அப்படின்ற மாதிரி. ഓക്കെ 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 നാളെ പന്നി കുത്തിട്ട് കോച്ചിനെ തന്നെ ഇട്ട് കൊടുക്കും. അത് കൊടുക്കാവേ. നീ അടിക്കണ്ട ഒരാഴ്ച വെളിയിരിക്കും. അതെന്താ? നാളെ ഞാനും ഇല്ല. പക്ഷെ ഇപ്പൊ അടിക്കായിരുന്നു ഇവന്മാർക്ക് സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ. വേഷന്മാരെ നടക്കുക സൈഫറാ ലീഡ് കിട്ടി. എനിക്ക് തോക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസൈൻമെന്റ് അവന് അടിച്ചോണ്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ഒസാമാനെ കണ്ടു. ഒസാമാന്റെ അടുത്ത് നൈസായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ അവന് കുറച്ച് നാടൻ ഡീലിംഗ് കൊണ്ട് അവന്റെ ഏതോ ഹെഡായിട്ട് ആരോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു ഗാങ് ലൈവായിട്ട് ഡീല് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ബിസിനസ്മാന്റെ അടുത്ത്. ഗണ്ണോ? അതെ 66 CR ബ്ലാക്കിന് 13 AR. ഗ്യാങ്ങിന്റെ പേര് ഇങ്ങോട്ട് ചന്ദ്ര ഒരു മിനിറ്റ്. അല്ല വാസന ഞാൻ എനിക്കറിയണ ഇല്ല ഞാൻ പറ. അതെ വാസണ ഗ്യാങ്ങിന്റെ പേര് പറയണോ? പറഞ്ഞോ, കേക്കട്ടെ. ഈ എന്ന് തുടങ്ങുന്നതാ. മതി. പിന്നെ വേണമെങ്കിൽ ഇനിയും സോളിഡ് പ്രൂഫ് വേണമെങ്കിൽ എനിക്കൊരു ഗണ്ണ് തരാതെ ഞാൻ ഇന്ന് റേഡിയോ കണക്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് ഗണ്ണ് തരാന്ന് പറഞ്ഞിട്ട് കുറെ നേരം അവര് പറയുന്നുണ്ട് ാണെന്നൊക്കെ പറഞ്ഞു. അറിയത്തില്ല. എടാ ഞാൻ നിന്നെ വിളിക്കാം. കേക്ക് കുറെ നേരമായിട്ട് പോസ്റ്റാ. ഞാൻ വിളിക്കാം. എടാ ഈ സിറ്റുവേഷൻ എടാ ഇവന്മാരുടെ വാർ കഴിഞ്ഞ് ഇവന്മാരെ ഇന്ന് അടിക്കാൻ പറ്റുമോ? പക്ഷെ ഈ സിറ്റുവേഷനിൽ അടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊരു വഴിക്ക് വരെ പോവാ. പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് BCSറായിട്ടൊരു വള്ളി എടുത്ത് വെച്ചാ. എടാ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറടാ. മൊത്തം നമ്മുടെ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറ. കോച്ച് ജോക്കി കോച്ചിന്റെ കൂടെ വാ. ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല SRK മതാലേ ഒരു വർഷമായിരുന്നു. ഇന്നാണോ 1 ഇയർ? ഇന്നാണ് 1 ഇയർ. അതായത് നമ്മുടെ TV പാർട്ടിഷനായിട്ട് 1 ഇയർ ആയി. എടാ നമ്മുടെ എല്ലാം കൺഗ്രാറ്റ്സ്. എന്താ പറയാ, നീ ഇവിടെ ഉള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ നീ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. നിന്നോടാണേലും മന്ദാരത്തിനോടാണേലും അതേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാടാ ചന്ദ്ര. ഒരു അർജന്റ് കാര്യമുണ്ട്, ഒന്ന് പോയിട്ട് വരാവേ. ഓക്കെ എടാ
ഇവന്മാര് നൈസായിട്ട് വന്നിട്ടേ ഇവരെല്ലാം ഉള്ള സമയത്ത് നൈസായിട്ട് വന്നിട്ട് അലീനയും ഇവരെല്ലാം അടിച്ചിട്ട് പോയി. ഗേവി മറ്റേ ട്രീസ ഉണ്ടായിരുന്നു. അപ്പൊ ഗേവിയും ടി വി എല്ലാം ഒരുമിച്ച് ചോദിക്കാൻ പോയതാ. എന്നിട്ട് ഇവന്മാര് പോയി വേറെ സിറ്റുവേഷൻ എടുത്ത്. ഇവര് വേറെ സിറ്റുവേഷൻ ഇല്ല. നമുക്ക് സിറ്റിസൺ നമ്മൾ ചോദിക്കാൻ വന്നപ്പോ സിറ്റിസൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇല്ല, നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ജൂഡിനെ കൊണ്ട് അവിടെ നിർത്തി. ജൂഡിനെ അവൻ കൈവച്ച് അതിന്റെ പേരിൽ ചോദിക്കും. മരുന്ന് അടിച്ചിട്ടേ പോകുള്ളൂ. നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാൻ ചെന്നപ്പോഴേ കോച്ചിനോടും രായനോടും ഒക്കെ ഇവന്മാര് നല്ല ഗുണവർത്താനമായിരുന്നു. എന്ത് ഗുണ പറഞ്ഞേ? രായന്റെ അടുത്ത് രായ ഒന്നും കൂടെ വരുമോ? അപ്പാപ്പിന്റെ അടുത്തോട്ടൊന്ന് വരുമോ? വാസുവിന്റെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ? അതെന്താ പാപ്പ? ഹലോ, ആ പറഞ്ഞ പോലെ. ആ അതെ, ഒരു മിനിറ്റ്. മനസ്സിലായി. ബ്രോ പറ. അല്ല പറഞ്ഞോ, മോള് പറഞ്ഞ. ആരോ ഇവിടെ കിടന്ന് ആലിസല്ലേ എന്ന് പറഞ്ഞ വാസു. അല്ലെങ്കിൽ ആ കൊച്ചിന് പാട്ട് പാടി തന്നെ പോട്ടെ. അല്ല പറഞ്ഞേ, എന്താ പറ്റിയേ? ചന്ദ്ര എങ്ങനെയാണ് വിളിക്കുന്നത്? മോളേന്നൊക്കെയാണോ വിളിക്കുന്നത്? വേറെന്താ വിളിക്കണ്ടേ ചന്ദ്ര? അല്ല, ഞാൻ ചോദിച്ച മോളേന്നാണോ വിളിക്കുന്നേന്ന്. അങ്ങനത്തില്ല, ചിലരെ പേര് വിളിക്കും. അപ്പാപ്പനോടൊന്ന് പറയോ? എനിക്കൊരു ചെറിയ സാധനം സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എനിക്ക് 2 മിനിറ്റ് തരുമോ പ്ലീസ്? ഷോപ്പിൽ വെച്ചിട്ടേ അതല്ലേ പറയാൻ പറഞ്ഞേ. അത് ഇപ്പോഴത്തെ അതൊന്നുമില്ല. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് തലയിൽ അടി കിട്ടിയപ്പോഴേ വിളവില്ലാതെ പറഞ്ഞതാ. അതിവിടെ അതായത് നമ്മള് ജൂഡ് ഡ്രസ് മാറാൻ വേണ്ടി ഇവിടെ പോയപ്പം ജൂഡിനെ അങ്ങ് കേറി. ജൂഡ് അത് പറ, നീയല്ലേ ഉണ്ടായിരുന്ന? ഞാൻ അവനെ ഇടിച്ചപ്പാ പറയണ്ടേ. അവന് ഉടനെ അങ്ങ് ചൂടായി. അറിയാലോ ഒരു അപ്പം അവനങ്ങ് ചൂടായി അവനങ്ങ് ഇടിക്കണ തന്നെ. ഇനി ബാക്കി ഞാൻ പറയാം. അപ്പൊ അങ്ങനെ അവിടെ അടിപിടിയായപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കോള് വന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പോയി. ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് രായന്റെ മോന്തക്കിട്ട് 2 അടി. പിന്നെ കാരണന്മാരെല്ലാത്തിനും നമ്മുടെ കൂടെ എല്ലാത്തിനും പിടിച്ചിടിയാവേ. എല്ലാവർക്കും ഓരടി വെച്ച് കിട്ടി. പിന്നെ അപ്പൊ തന്നെ തട്ടി തോളി കയറ്റി നേരെ എന്താ അങ്ങനെ സംസാരം? ഭയങ്കര അറിയണമല്ലോ നിങ്ങൾ ഇത്ര എനർജി കളയുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയണമല്ലോ. നേരെ കൊണ്ടു ഇവിടെ. ഇനി ശരിക്കുള്ള കാരണം എന്താ? ശരിക്കുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കലിപ്പ്. ഉള്ളിലെ കലിപ്പാണ് മോട്ടീവ്. ഉള്ളിലെ കലിപ്പാണ് മോട്ടീവ്. ഉള്ളിലെ കുറച്ച് ഗുണ്ടകളി സിറ്റിയില്. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. സിറ്റിയില് ഗുണ്ടകളി നമ്മൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കണം. ഹലോ, ആ പൊട്ടം വന്നോ? ചെവരി ചാരിച്ച് 4 ഇടി. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണം അവനത് ചെയ്തുകൂടാ. ഇതെന്റെ കോലം കണ്ടോ? ഇത് പറ്റി അവരെ പേടിച്ചാ ആദ്യം. അപ്പൊ എങ്ങനെ കാര്യങ്ങളെങ്ങനെ? അത് പറ്റത്തില്ല. പ്രീവാറിനിടയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല. ഞാൻ തമാശക്ക് പറഞ്ഞാണോ? സീരിയസ് എടുത്ത അവസാനം ഇതിനെന്ത് ചെയ്യാനാ? ഇത് തന്നെ പ്രീവാറും കഴിഞ്ഞ് അടുത്ത ബാറും കഴിഞ്ഞ് ഇവന്മാര് വരുമ്പോ 1 മണിയെ കഴിയുള്ളൂ. അതല്ല, 2 കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യം പറയാം. അതായത് അവന്മാർക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളായിട്ട് ഒരുത്തം വന്ന സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചോദിക്കാനില്ല. അത് മാനേജ് ചെയ്യേണ്ട അവന്മാരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കുഴപ്പമല്ല.
അപ്പൊ പൊതുവേതല്ല ഞാനൊരു ഡൗട്ട് വെക്കട്ടെ. ഇനി ആദ്യം ജൂഡിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയോണ്ട് അവൻ ഇനി ജൂഡ് കാരണം ജൂഡിന്റെ കൈ കൊണ്ടതാണ്. ആദ്യം ജൂഡിന്റെ സൈഡിൽ നിന്ന് കൈ കൊണ്ടതുകൊണ്ട് ചിലപ്പോ നമുക്ക് നമ്മുടെ ഗ്യാങ് വരാൻ പാടില്ലല്ലോ. അടാ ജൂഡിന് അറിയാതെ പറ്റിയതാണോടാ അവന്റെ അത്? അറിയാണ്ട് അവന്റെ മേത്ത് കൈകൊള്ളു. അന്നേരം അത് അങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യണ്ടായിരുന്നോടാ. പിന്നല്ല എനിക്ക് നൊന്ത്. അവൻ പറയുന്നത് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവന്മാര് പുറത്ത് കാര്യമായിട്ട് സംസാരിക്കാം. സ്വന്തം എടാ അറിയാതെ കൊണ്ടായിരുന്നോടാ ജൂഡിന്റെ കൈ. അത് അവിടെ അങ്ങ് സോൾവ് ആക്കിയാ പോരായിരുന്നോ? ഹോസ്റ്റേ അല്ലാഞ്ഞിട്ട് പോലും ഞാൻ പോലും ഈ ഗ്യാങ്സ് ഇത്ര നേരം AFK പോയിട്ടില്ല. പറയാനാ ഇവൻ എന്നെ എപ്പോ വരും ഇവൻ? നീ ചന്ദ്ര വന്നിട്ട് തുടങ്ങിയാ പറഞ്ഞു. ചന്ദ്ര വീണ്ടും പോയി. എന്തായാലും പോവല്ലേ കല്യാണത്തിന്? എനിക്കല്ല ഗ്യാങ്ങിനെ കിട്ടത്തുള്ളൂ. ഞാൻ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഇനി ചേട്ടന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയണം. നീ നല്ല വിളിച്ചിട്ട് പൊക്കോളിയാ. കല്യാണം പറഞ്ഞാൽ ഇവിടെയുള്ള പ്ലാനിലാണ് ഞാൻ അപ്പോഴാണ് എന്തിന്റെ എന്റെ ഗ്യാങ്സ് കണ്ണു പൊട്ടിക്കാനാ? തോറ്റാൽ തോൽവി സമ്മതിക്ക്, അല്ലാതെ ചുമ്മാ റീസൺസ് പറഞ്ഞ് കരയാതെ. BCZ BM ബ്രിട്ടോ, BCZ കഴുകന്താസ്. ബൂമൊക്കെ ഇപ്പൊ ഞാൻ പൊട്ടി അതിലും വലിയൊരു ബൂം ബ്ലാസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. തരാന്ന്. ഹലോ ഹായ് ഹലോ. ഒരു പെണ്ണിന്റെ ശബ്ദമല്ലേ അത്? തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിക്കുമ്പോ ഫോൺ എടുക്കാത്തവൻ ഇനി ആറ്റിറ്റ്യൂഡാണ്. അവള് 2 വട്ടം വിളിച്ച ഫ്ലൈറ്റ്സ് മിസ്സാവും. ഞാൻ മടിയിൽ നിന്ന് കഴിച്ചോളാം. യൂബറിലാണെങ്കിലും ഹോട്ട്സ്പോട്ട് ഉണ്ട്. ലാപ്ടോപ്പ് ഇല്ലേ എന്റെ? എവിടെ ദുബായിരിക്കുന്ന സാധനമാണോ? അതൊക്കെ ഇവിടെ എത്തിക്കില്ലേ? പിന്നെ ഞാൻ ഇല്ലെങ്കിലും അടിക്കൂലടാ. എത്ര പേരാണ് ഉള്ള ഇവിടെ? അതൊക്കെ എത്ര ഉള്ളു? പിന്നെ പിന്നെ നമ്മുടെ പിന്നെ അല്ല പറഞ്ഞു പിന്നെ ഞങ്ങള് കേൾക്കാൻ പാടില്ലാത്ത എന്ത് ചന്ദ്ര? അത് മാമനായിട്ട് കണ്ണാപ്പി ഒരു റെക്കമെൻഡേഷൻ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ എന്തിനു റെക്കമെൻഡേഷൻ പറഞ്ഞു? നാളെ പോകുന്നതിന്റെ അടുത്ത് ഞാൻ എന്തിനു റെക്കമെൻഡേഷൻ പറയണം? ഡേ 5 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 25 ദിവസമായി. അപ്പൊ എനിക്ക് ചെവി കേൾക്കാത്തോണ്ടായിരിക്കും അല്ലേ? ഞാൻ കുറെ നേരം വിളിച്ചിട്ട് നീ റിപ്ലൈ പറഞ്ഞോടാ. സോറിടാ, എന്റെ ഞാൻ ചെവി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാടാ. സോറിടാ, സോറി. ഫുഡ് കൊടുത്ത ഞാൻ സൂര്യനാരായണ നമ്മുടെ ഫുഡ് ഫുഡൊക്കെ ഞാൻ ബാൻ മേടിക്കൂലേ? കണ്ണാപ്പി എന്താണോ നിനക്ക്? നീ വെള്ളം മാത്രമേ കുടിക്കണം. നീ ഫുഡ് കഴിക്കും. നീ ഫുഡ് കൂടെ കഴിച്ചു. ഈ വേഷം കെട്ടൊക്കെ മറ്റേ BCZ മണ്ടന്മാരെടുത്ത് നമ്മുടെ അടുത്തല്ല. എല്ലാരും സൈലന്റ്. റേഡിയോ സൈലന്റ്.
ഹലോ കേക്കാവോ? ആ കേക്കുന്നുണ്ട്. ബ്രോ എന്തായിരുന്നു സംഭവം, എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. സംഭവം ഒന്നുമില്ല, ഞാൻ മറ്റേ ഡ്രസ് ഷോപ്പിൽ നിൽക്കായിരുന്നു. ഉള്ളിലേക്ക് വന്ന് ഒരാൾ ആദ്യം അടിച്ച് പറഞ്ഞ അറിയാണ്ട് അടിച്ചാന്ന് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞ് എന്നെ നോക്കി ഇന്ന് ഒരുത്തൻ പിന്നെ വന്ന് അടിച്ച്. രണ്ടാമത് നിങ്ങളെ ബാക്കിൽ ഗോകു അടിച്ചോ? ജൂഡടിച്ച്. അടിച്ചെങ്കിൽ നിന്റെ കയ്യിലിരിപ്പുണ്ടാ. പിന്നെ ആരടിച്ചു? അതന്നെ ഇത്ര രണ്ടാമത് ഇങ്ങനെ വന്ന് അടിച്ച് ബ്രോ അടിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞു, ഇനിയും അടിക്കുന്നു, ഞാനും തിരിച്ചടിക്കുന്നു, ഇത്രേ ഉള്ളൂ. തിരിച്ചടിക്കാൻ അവനെ അടിച്ചു കൊല്ലണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രായണ്ണും ഞാനും ചന്ദ്രനും കൂടെ അവിടെ പോയണ എന്നെ അടിച്ച് ചന്ദ്രനെ അടിച്ചെണ്ണ. എന്നിട്ട് പറഞ്ഞു നീ കൂടുതൽ കൂടുതൽ മാസം ഇറക്കണ്ടോ? ഞാൻ എന്താ അടിക്കണ, നീ എന്തിനാ അടിക്കണെന്ന് ചോദിച്ചപ്പോ കൂടുതൽ മാസം ഇറക്കണ്ടോ നീയൊക്കെ പോന്നൊക്കെ പറഞ്ഞു. മൊട്ടം താളം കാണാൻ ചെയ്തിട്ട് താളം. എടാ നിനക്ക് നമ്മളിങ്ങനെ വിഷം വരുന്നുണ്ടാ? വിഷം വരുന്നുണ്ടാ? ബാക്കി പറഞ്ഞു കഴപ്പാടാ നിന്റെ. കേള്. അപ്പൊ ബ്രോ ഇപ്പൊ നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞ ബ്രോയെ നമ്മൾ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു പട്ടി പോലും വിളിച്ചില്ല. എന്താന്ന് അറിഞ്ഞൂടാ. അത് ഇവന്മാർക്കൊക്കെ വേണ്ടിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കാൻ നടക്കുമ്പോ ആലയെ കാണിച്ചു. ഇവര് വന്ന് ഒന്നും നമ്മുടെ അടുത്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഞാനാണെങ്കിൽ ബ്രോയുടെ വീട്ടിൽ നമ്പർ തപ്പി പിടിച്ച് ആളെ വിളിച്ചപ്പോ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവനെ വെച്ചോ, നമുക്കിപ്പോ സമയമില്ല, നമ്മൾ വേറെ അടുത്ത് പോകാൻ അവൻ ഫോൺ വെച്ചു. നീയല്ലേ പറഞ്ഞ നിന്റെ അണ്ണന്മാര് വരും, നമ്മളങ്ങ് ഒലത്തും മറിക്കും പൊരട്ടും. ഇതിപ്പോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ബ്രോ? അതെന്റെ ചോദ്യം. അതെനിക്കറിയില്ല. ഞങ്ങൾക്കറിയാം ഇത് നമുക്ക് ഒരു റൗണ്ട് പ്രീ വാറിന് നിങ്ങളെ പിടിച്ചതല്ല, അത് കഴിഞ്ഞിട്ട് വാർ വിട്ട് നിങ്ങളെ രണ്ടുപേരും തല്ലിയിട്ട് ഇത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ടല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണന്മാർക്ക് വെച്ചു കൊടുക്കാൻ. നീ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു, നിനക്ക് നട്ടല്ല. ഇല്ല കൺഫേം ചെയ്ത്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ അണ്ണന്മാരൊക്കെ വരുമോ നോക്കട്ടെ. നിന്റെ അണ്ണന്മാര് ഒന്നിട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അണ്ണന്റെ നമ്പറിലൂടെ കൊടുത്തരാം. അവന്മാര് വിളിക്കുവാണെങ്കിൽ സ്പീക്കർ ഇട്ട് ഇവനെ തന്നെ അവന്മാർ തലിക്കോണം കേൾപ്പിച്ചു കൊടുക്കാമല്ലോ. അല്ല അപ്പൊ ഇവര് മനസ്സിലാവില്ല ഇവനെങ്ങനെ നല്ലൊരു ഗ്യാങ്ങിലോട്ട് ഇവിടെ കിടുക്ക് ഗ്യാങ് ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങി വേണ്ടേ? വേറെ ഗ്യാങ്ങിനെ വലിച്ചിട്ടല്ലേ? അല്ല വലിച്ചെന്നിട്ടില്ലണ്ട, അവര് കേടുന്നോ കേറുന്നോ നല്ല ഗ്യാങ്ങല്ലേ. കുറച്ച് കൊള്ളാന്നുള്ള ഗ്യാങ്ങിന്റെ പേര് പറ. അങ്ങനെയാണെങ്കിൽ അല്ല കൊള്ളാന്നുള്ള ഗ്യാങ്ങല്ലേ പറഞ്ഞത്. ചീട്ടത്തിന്ന് പട്ടിത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കില്ലല്ലോ. വെറുതെ കൊണടിക്കല്ലേ അവിടെ? ഹലോ നമ്മുടെ കൂട്ടത്തില് രണ്ടുപേരെ പുള്ളി ഒന്ന് ഇടിച്ചിട്ടായിരുന്നു. ഇടിച്ചിട്ടിട്ട് നിങ്ങളെന്തോ വന്ന് നമ്മളെ അടിച്ചിടുമെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനിങ്ങ് കൊണ്ടുവന്നു. അവന്റെ വർത്താനം ശരിയല്ല. അവന്റെ ഹോസ്റ്റെടുത്തിന്റെ പേരെന്തോടാ? എടാ ഇവന്റെ പേരെന്തോടാ? ഹോസ്റ്റെടുത്ത പേരെന്തോടാ നിന്റെ? കേട്ടില്ല ഗണു. ഡിമാൻഡ് എന്താ പറയുക? നമ്മുടെ ദേഹത്ത് എടുത്തിട്ട് അടിച്ചവനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങൾ തിരിച്ചടിക്കും. ഫയർ സിറ്റ് അവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അടിച്ചിട്ട് കണ്ണെടുത്തപ്പോഴാണ് അവനെ വെടിവെച്ചിട്ടത്. ഗണ്ണെടുത്തോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ബ്രോ. സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങളുണ്ടോ സിറ്റുവേഷനിൽ? ഗണ്ണെടുത്തോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ? അല്ലല്ല അത് ഞാൻ പറഞ്ഞു. അത് ഞാനും പറഞ്ഞു ബ്രോ. ബ്രോയിൽ ഞാനും ഇല്ല ബ്രോ ഇല്ല സിറ്റുവേഷനിൽ. അപ്പൊ പിന്നെ നമുക്കത് അറിഞ്ഞൂടല്ലോ. ഗണ്ണെടുത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഗണ്ണെടുത്തില്ലെങ്കിലും മേത്ത് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും ഇതുപോലെ. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും പറയില്ല. മേത്ത് ഇടിച്ചാലും കണ്ണെടുത്താലും എന്തായാലും കൊണ്ടുവരും ഹോസ്റ്റേജ് ആയിട്ട് പുള്ളി. എന്തായാലും നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ട്, മുട്ടയിൽ ഇരുത്തിയിട്ടുണ്ട്.
ഞാനൊരു കാര്യം പറയാം, മുന്നോട്ട് പോയി എവനങ്ങ് കൊന്ന് കത്തിക്കും. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ മനസ്സിലായടാ? നീ ചെയ്